യൂട്യൂബിലുള്ള ഏത് ലോങ് വീഡിയോയും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഷോർട്ട് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതും നമുക്ക് വിത്ത് നമുക്ക് സബ്ടൈറ്റിലൂടെ ഇതിപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോയിൽ നിന്ന് ഷോർട്ട് വീഡിയോയിലേക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ഷോർട്ട്സ് വീഡിയോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനൊപ്പം തന്നെ നിങ്ങൾ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ല. അതിനുവേണ്ടി നമ്മൾ വരുന്നത് സെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലാണ്. ഇത് ടോട്ടൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് 60 മിനിറ്റ് ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഷോർട്സ് വീഡിയോ നമുക്കറിയാം കൂടി വന്നാൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡൊക്കെ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത ശേഷം ഇതിനകത്ത് ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. നമുക്ക് വേണ്ട വീഡിയോ ഏതാണോ അതിൻ്റെ ലിങ്ക് നമ്മൾ ജസ്റ്റ് ലിങ്ക് മാത്രം യൂട്യൂബിൽ പോയി അതിൻ്റെ ലിങ്ക് എടുക്കുക. ലിങ്ക് എടുത്ത ശേഷം അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം ആ വീഡിയോയുടെ ലാംഗ്വേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. മലയാളം ഇതിനകത്ത് അവൈലബിൾ അല്ല, ഹിന്ദി ഇംഗ്ലീഷൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. എങ്ങനത്തെ ടെംപ്ലേറ്റ്സിലാണ് നമുക്ക് വേണ്ടതെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ വീഡിയോയുടെ ഏത് പാർട്ട് മുതൽ ഏത് പാർട്ട് വരെയാണ്, ഇപ്പം ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണ്, നമുക്ക് അതിൻ്റെ ഒരു 2 മിനിറ്റ് തൊട്ട് ഒരു 5 മിനിറ്റ് വരെയുള്ളതാണ് ഷോർട്ട് ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ക്യാപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് ലാംഗ്വേജുള്ള ക്യാപ്ഷനാണ് ആഡ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ആ ക്യാപ്ഷൻ ആഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്യാപ്ഷൻ ഉൾപ്പെടെ ആ വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആ വീഡിയോ നമ്മളിപ്പോൾ 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള പാർട്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പെർഫെക്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഫേസ് സെൻറ്ററിൽ തന്നെ വരുന്നതായിരിക്കും. സൈഡിലേക്കൊന്നും പോകത്തില്ല. കറക്റ്റായിട്ട് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര സെക്കൻഡ് വേണമെന്ന് അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അത് മാറ്റിയിട്ട് എത്ര സെക്കൻഡ് വേണമെങ്കിൽ ഇപ്പോൾ 30 സെക്കൻഡാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ 30 to 60 സെക്കൻഡാണ് വേണ്ടത്. അത് എത്രയാണോ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ വീഡിയോയുടെ ഏത് പാർട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റുള്ള 5 മിനിറ്റ് വരെയുള്ളതാണെങ്കിൽ അത്ര നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ മുകളിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഏകദേശം 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വീഡിയോ റെഡി ആയി കഴിയുമ്പോൾ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നല്ലൊരു പെർഫെക്റ്റ് ടൂൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വലിയ വീഡിയോയിൽ നിന്ന് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഷോർട്ട് വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ സിമ്പിളായിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 1 മണിക്കൂർ ഉള്ള വീഡിയോസ് വരെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 1 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരുപാട് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. കാരണം 30-40 സെക്കൻഡിൻ്റെയാണ് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും